ദുൽഖർ സൽമാനും നിവിൻ പോളിയും അവാർഡ് കാശുകൊടുത്ത് വാങ്ങിയതാണെന്ന്. ബോളിവുഡ് സിനിമ ബോബിയിൽ അഭിനയിച്ച ഋഷി കപൂർ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കാശുകൊടുത്തായിരുന്നുവത്രേ. തന്റെ ആത്മകഥയിലാണ് തന്റെ 20ാമത്തെ വയസ്സിൽ ചെയ്ത തെറ്റ് ഇന്നും തന്നെ തിരിഞ്ഞുകൊത്തുന്നുവെന്നും ഋഷി കപൂർ പറയുന്നു. ആ അവാർഡിന് അന്ന് അമിതാഭ് ബച്ചനായിരുന്നു അർഹൻ. സഞ്ജീർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവാർഡാണ് താൻ കാശുകൊടുത്ത് കൈക്കലാക്കിയത്. തന്റെ ജീവിതകഥയിൽ കാലങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തൽ നടത്തിയ ഋഷി കപൂറിനെ പോലെ കുറച്ചു കാലം കഴിയുമ്പോൾ ദുൽഖർ സൽമാനും നിവിൻ പോളിയും ഇപ്പോൾ വാങ്ങിയ അവാർഡിന് കൊടുത്ത പ്രതിഫലത്തെപ്പറ്റി പരാമർശിക്കുമോ എന്നാണ് യുവസംവിധായകൻ സജിൻ ബാബു ചോദിക്കുന്നത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ രജത ചകോരം കരസ്ഥമാക്കിയ അസ്തമയം വരെ എന്ന സിനിമയുടെ സംവിധായകനാണ് സജിൻ ബാബു. സജിൻ ബാബു ഇത് ചോദിക്കുമ്പോൾ നമ്മളും ഒന്ന് ഞെട്ടണം. ബാംഗ്ലൂർ ഡേയ്സിലെ അഭിനയത്തിന് നിവിനും ചാർലിയിലെ അഭിനയത്തിന് ദുൽഖറിനും അവാർഡ് കിട്ടിയിരുന്നു. സജിന്റെ പക്ഷം രണ്ടുപേരും അവാർഡ് കാശുകൊടുത്ത് വാങ്ങിയതെന്നാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത്. അവരെഴുതുന്ന ആത്മകഥയിൽ അവാർഡ് എങ്ങനെ കിട്ടിയെന്നതിന്റെ സത്യം എഴുതുമോ എന്ന്. എന്തും വില കൊടുത്താൽ കിട്ടുന്ന കാലമല്ലേ, ആർക്കും സംശയിക്കാം എന്തിനേയും. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.